ഏവർക്കും വർക്കിംഗ് ക്ലാസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 3 മാസങ്ങൾക്ക് മുമ്പ് സംസ്ഥാന ധനകാര്യ വകുപ്പ് ഒരു സർക്കുലർ പുറപ്പെടുവിച്ചിരുന്നു. 97/2022 ഫിൻ ഡേറ്റഡ് 16/11/2022. ഈ സർക്കുലറിൽ പറയുന്ന 3 കാര്യങ്ങൾ. അതിലൊന്നാമത്തത്, എല്ലാ ജീവനക്കാരുടെയും ആധാർ ഡീറ്റെയിൽസ് 3 മാസത്തിനുള്ളിൽ സ്പാർക്കിൽ അപ്ഡേറ്റ് ചെയ്തിരിക്കണമെന്നാണ്. ഇത് കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിൽ ഈ മാസത്തെ സാലറി പ്രോസസ്സിംഗ് ചിലപ്പോൾ തടസ്സപ്പെടാനിടയുണ്ട് എന്നാണ് അതിൽ പറയുന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, നമ്മൾ എല്ലാ ജീവനക്കാർക്കും കിട്ടുന്ന ഒരു പ്രിവിലേജാണ് ഇൻഡിവിജ്വൽ ലോഗിൻ ചെയ്യാനുള്ള ഒരു സൗകര്യം. നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും വെച്ച് നമുക്ക് തന്നെ ലോഗിൻ ചെയ്ത് നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ സർവീസ് ബുക്ക് പരിശോധിക്കാം, നമ്മുടെ സാലറി സ്ലിപ്പ് പരിശോധിക്കാം. അപ്പോൾ ഈ രീതിയിലുള്ള ആ ഒരു പ്രിവിലേജസ് നമുക്ക് നഷ്ടമാകും എന്ത് ചെയ്തില്ലെങ്കിൽ, ആധാർ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ. മൂന്നാമത് പറയുന്നത്, പെൻ ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ആധാർ കൂടി അതിൽ അപ്ഡേറ്റ് ചെയ്യാനുള്ള രീതിയിലുള്ള മാറ്റങ്ങൾ സ്പാർക്കിൽ വരും എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഇതിന്റെ ചുരുക്കത്തിൽ എല്ലാ HODസും strictly directed to ensure that the DDOs and other Spark users under them are following these instructions promptly. അപ്പോൾ ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സാലറി തടസ്സപ്പെടാനിടയുണ്ട്. നമ്മുടെ സ്പാർക്ക് ഡീറ്റെയിൽസിൽ നമ്മുടെ ആധാർ വെരിഫൈ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നെങ്ങനെ അറിയാൻ കഴിയും? അത് നമ്മൾ ഇൻഡിവിജ്വൽ ലോഗിൻ ചെയ്ത് എങ്ങനെ പരിശോധിക്കാമെന്നും, ഇനി ആധാർ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് മനസ്സിലാക്കി നമ്മൾ അത് ഓഫീസിൽ അറിയിക്കുന്നത് എങ്ങനെ എന്നുമുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അതുപോലെ ഇതെങ്ങനെ വെരിഫൈ ചെയ്യാമെന്നുകൂടി ഈ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ മുഴുവനായി കാണുക. നമുക്കാദ്യം സ്പാർക്കിലേക്ക് ഇൻഡിവിജ്വൽ ലോഗിൻ ചെയ്യാം. ഇൻഡിവിജ്വൽ ലോഗിൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് മറ്റൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുമുണ്ട്. അതിൽ നോക്കി നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ ലോഗിൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് അറിഞ്ഞൂടാത്തവർക്ക് ചെയ്തു നോക്കാം. ഇപ്പോൾ ഞാൻ ഒരാളുടെ ലോഗിൻ ID ഉപയോഗിച്ച് അദ്ദേഹത്തിന്റെ ഇൻഡിവിജ്വൽ ലോഗിനിലേക്ക് കയറുകയാണ്. അപ്പോൾ ഈ സർവീസ് മാറ്റേഴ്സ് നോക്കുക. സർവീസ് മാറ്റേഴ്സിൽ ഏറ്റവും താഴെ നിന്ന് മുകളിലേക്ക് രണ്ടാമത്തെ ഈ സർവീസ് ബുക്ക് എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്. അവിടെ വ്യൂ ഈ സർവീസ് ബുക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലൊരു പേജ് വരും. ഇവിടെ നമുക്ക് ഡിപ്പാർട്ട്മെന്റ് സെലക്ട് ചെയ്യാം, ഓഫീസ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ആരുടെ സർവീസ് ബുക്കാണോ നമുക്ക് നോക്കേണ്ടത്, ആരുടെ ആധാർ അപ്ഡേഷൻ ആണോ നമുക്ക് നോക്കേണ്ടത്, അവരുടെ പേരിന്റെ ആദ്യത്തെ ഒരു 3 അക്ഷരം അല്ലെങ്കിൽ 4 അക്ഷരം ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരാളുടെ പേര് ടൈപ്പ് ചെയ്യുകയാണ്. ആരുടെ സർവീസ് ബുക്കാണോ നമുക്ക് കാണേണ്ടത് അവരുടെ പേരിന്റെ ആദ്യത്തെ 3 അക്ഷരങ്ങൾ നമ്മൾ ടൈപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ അവരുടെ പേരിന്റെ സെലക്ഷൻ ഇവിടെ വന്നിരിക്കും. അതിൽ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവരുടെ പേര് ഇവിടെ എൻ്റർ ചെയ്യപ്പെട്ടു. ഇനി നമുക്ക് ഇംഗ്ലീഷോ മലയാളമോ ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടപ്രകാരം നമുക്ക് സെലക്ട് ചെയ്തതിന് ശേഷം ഗോ കൊടുക്കുക. ഗോ കൊടുത്തതിന് ശേഷം ഇവിടെ ക്ലിക്ക് ഹിയർ ആഫ്റ്റർ സർവീസ് ബുക്ക് ജനറേഷൻ എന്ന് കാണാം. അത് ക്ലിക്ക് ചെയ്തപ്പോൾ സർവീസ് ബുക്കിന്റെ ഫ്രണ്ട് പേജ് വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടെ കഴ്സർ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പേജിലേക്ക് പോകും. നമ്മൾ ക്ലിക്ക് ചെയ്തു, അടുത്ത പേജ് എത്തി. ഒന്നുകൂടി ക്ലിക്ക് ചെയ്തു, അടുത്ത പേജ് വന്നു, ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഈ സർവീസ് ബുക്കിന്റെ ഈ പേജിൽ 10ാമത് കിടക്കുന്ന ആധാർ നമ്പർ നോക്കുക. ഈ ആധാർ നമ്പർ ഇവിടെ ഉണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആധാർ നമ്പർ അപ്ഡേറ്റഡ് ആണ്, ഇനി ഒന്നും ചെയ്യാനില്ല. എന്നാൽ ഇനി ആധാർ നമ്പർ അപ്ഡേറ്റഡ് അല്ലാത്ത ഒരാളുടെ സർവീസ് ബുക്കിലേക്ക് നമുക്ക് പോകാം. വീണ്ടും നമ്മൾ ഈ സർവീസ് ബുക്ക് ഓപ്പൺ ചെയ്യുന്നു. ഡിപ്പാർട്ട്മെന്റ് സെലക്ട് ചെയ്തു, ഓഫീസ് സെലക്ട് ചെയ്തു, മറ്റൊരാളിന്റെ പേര് നമ്മൾ ടൈപ്പ് ചെയ്യുകയാണ്. ആദ്യത്തെ 3 അക്ഷരം ടൈപ്പ് ചെയ്താൽ മതിയാവും. അപ്പോഴേക്കും ഇതിൽ 2 പേരുകൾ വന്നിട്ടുണ്ട്. ഇതിൽ ആരുടെ ആണോ ഈ സർവീസ് ബുക്ക് നമുക്ക് നോക്കേണ്ടത് ആ പേരിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ആ പേര് വന്നു. നമ്മൾ ഗോ കൊടുക്കുന്നു. ഗോ കൊടുത്ത ശേഷം നമ്മൾ താഴേക്ക് വരികയാണ്. ഏറ്റവും താഴെ എത്തുമ്പോൾ ഇവിടെ ക്ലിക്ക് ഹിയർ ആഫ്റ്റർ സർവീസ് ബുക്ക് ജനറേഷൻ എന്ന് കാണാം.
അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ഇങ്ങനെ ചെയ്യുമ്പോൾ സർവീസ് ബുക്കിന്റെ ഫേസ് പേജ് വന്നു കഴിഞ്ഞു. ഇവിടെ നമ്മൾ ഈ കോർണറിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു, ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുന്നു. അടുത്ത പേജ്. ഈ പേജിലാണ് നമ്മൾ ആധാർ നമ്പർ ഉണ്ടോ എന്ന് നോക്കുന്നത്. ഈ പേജിൽ 10ാം കോളം നോക്കൂ. ഇവിടെ ആധാർ നമ്പർ എന്നുള്ളിടത്ത് ഒന്നും തന്നെ രേഖപ്പെടുത്തിയിട്ടില്ല. അതിനർത്ഥം അദ്ദേഹത്തിന്റെ ആധാർ നമ്പർ സ്പാർക്കിൽ അപ്ഡേഷൻ ആയിട്ടില്ല. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഓഫീസിൽ അറിയിക്കുക, എൻ്റെ ആധാർ നമ്പർ സ്പാർക്കിൽ അപ്ഡേറ്റഡ് ആയിട്ടില്ല, അതൊന്ന് അപ്ഡേറ്റ് ചെയ്യണം എന്ന് എഴുതി കൊടുത്തോ വാക്കാലോ ഒക്കെ അറിയിക്കുക. എന്തായാലും ഇത് ഓഫീസിൽ ചെയ്യേണ്ടതൊന്നാണ്. എന്നാലും നമ്മളിത് സമയത്ത് അറിയിച്ചില്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ സാലറി പ്രോസസ്സ് ചെയ്യാതെ വരും. അത് നഷ്ടം നമുക്ക് തന്നെയാണ്. ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ശമ്പളം കിട്ടുന്നത് എന്നൊരു പ്രശ്നമേ ഉള്ളൂ. എങ്കിലും എന്തിനാണ് നമ്മൾ അതിനുവേണ്ടി കാക്കുന്നത്? നമുക്ക് ഈ രീതിയിൽ ആധാർ നമ്പർ നോക്കുക, ഇല്ല എങ്കിൽ ഓഫീസിൽ അറിയിക്കുക. ഇനി ഓഫീസിലാണ് ചെയ്യേണ്ടത്. ഓഫീസ് ലോഗിനിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ഇനി ഓഫീസ് ലോഗിനാണ് നമ്മൾ നോക്കുന്നത്. അത് ക്ലർക്കിന്റെ യൂസർ കോഡും പാസ്വേഡും വെച്ച് നമ്മളത് സൈൻ ഇൻ ചെയ്യാൻ പോവുകയാണ്. ക്ലർക്കാണ് ഇപ്പോൾ സൈൻ ഇൻ ചെയ്യുന്നത്. സൈൻ ഇൻ ആയിട്ടുണ്ട്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഏത് ജീവനക്കാരന്റെ ആധാറാണോ അപ്ഡേറ്റ് ചെയ്യേണ്ടത് ആ ജീവനക്കാരന്റെ എംപ്ലോയി റെക്കോർഡ് അൺലോക്ക് ചെയ്യുക എന്നാണ്. അൺലോക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഇപ്പോൾ പറഞ്ഞു തരുന്നില്ല. മിക്കവാറും എല്ലാ ക്ലർക്കുമാർക്കും അറിയാൻ കഴിയും. ഇല്ല എന്നുണ്ടെങ്കിൽ കമന്റിൽ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അതൊന്നുകൂടി പറഞ്ഞുതരാം. അപ്പോൾ ഒരു എംപ്ലോയിയുടെ റെക്കോർഡ് നമ്മൾ അൺലോക്ക് റിക്വസ്റ്റ് കൊടുത്തു, അൺലോക്ക് അപ്രൂവൽ കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു എംപ്ലോയിയാണ് നമ്മളിവിടെ സെലക്ട് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി സർവീസ് മാറ്റേഴ്സിൽ പേഴ്സണൽ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യുന്നു. പേഴ്സണൽ ഡീറ്റെയിൽസിൽ രണ്ടാമത്, അപ്പോൾ നമ്മൾ ആ എംപ്ലോയിയെ സെലക്ട് ചെയ്യണം. എംപ്ലോയിയുടെ പെൻ നമ്പർ കൊടുക്കുന്നു. എന്നിട്ട് ആ എംപ്ലോയിയെ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുകയാണ്. അവിടെ പേഴ്സണൽ ഡീറ്റെയിൽസിൽ പ്രസന്റ് സർവീസ് ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യുകയാണ്. പ്രസന്റ് സർവീസ് ഡീറ്റെയിൽസ് നോക്കുക. ഇവിടെയാണ് ആധാർ നമ്പർ നമ്മൾ എൻറ്റർ ചെയ്യേണ്ടത്. അപ്പോൾ നെയിം ആസ് ഇൻ ആധാർ, ആധാർ നമ്പർ, ഇത് രണ്ടും നമ്മൾ ഇവിടെ കൊടുക്കുക. നമ്മുടെ ആധാറിൽ എങ്ങനെയാണോ നമ്മുടെ പേര് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ടൈപ്പ് ചെയ്യുക. ഞാൻ ആ പേര് ഇവിടെ ടൈപ്പ് ചെയ്തു. ആധാർ നമ്പർ ഞാനിവിടെ ടൈപ്പ് ചെയ്യുകയാണ്. ആധാർ നമ്പർ തെറ്റാതെ തന്നെ ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്തു. അതിനുശേഷം വെരിഫൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇതുപോലൊരു സർട്ടിഫിക്കറ്റ് വരും. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഓക്കെ കൊടുക്കുന്നു. ഇപ്പോൾ ആധാർ വെരിഫിക്കേഷൻ സക്സസ്ഫുൾ എന്നുള്ള മെസ്സേജ് വന്നു. പ്ലീസ് സേവ് യുവർ ഡീറ്റെയിൽസ്. ഓക്കെ കൊടുത്തു. കൺഫേം കൊടുക്കുന്നു. കൺഫേം കൊടുത്തില്ലെങ്കിലും പ്രശ്നമില്ല, അത് നമ്മുടെ ആധാർ ഡീറ്റെയിൽസ് അവിടെ അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ ആധാർ ഡീറ്റെയിൽസ് സ്പാർക്കിൽ അപ്ഡേറ്റ് ചെയ്യുന്നത്. വളരെ ചുരുക്കത്തിലാണ് ഈ വീഡിയോ പറഞ്ഞത്. ഇതിൽ വിട്ടുപോയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ കമന്റ് വഴി അറിയിക്കുക. തീർച്ചയായും അത് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.